ഏതെങ്കിലും ഒരു ആലിമിനോട്, ഒരു ബാപ്പയോട്, ഒരു ഉമ്മയോട് സൂഉല്ലദബ് വന്നാൽ അതിന്റെ കറ തീരൂല കേട്ടോ. ഞാനിതിന് ഉദാഹരണങ്ങൾ നിരത്തുന്നില്ല. ബാപ്പയോട് നമ്മൾ പൊരുത്തക്കേട് കാണിച്ചതിന്റെ പേരിൽ ഒരുപക്ഷേ അത് ഫലിക്കുന്നത് മക്കളിലുള്ള വിദേഹത്തിലായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉസ്താദിനോടുള്ള ചോദ്യം ചെയ്യലിന്റെ ശൈലിയിൽ ശിക്ഷ കിട്ടുന്നത് നമ്മളിലോ നമ്മുടെ മക്കളിലോ സന്താന പരമ്പരകളിലോ ആയിരിക്കും. എത്രയുണ്ട് അങ്ങനെ. നല്ല അഗ്രേസരായ പണ്ഡിതന്മാരാണ്. അവരെ ഉസ്താദുമാരെ കുഴക്കാൻ വേണ്ടി ചോദ്യം ചെയ്തു പോയി. മക്കള് ഫസാദായി പോയി. ഇന്നും കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പഠിപ്പിച്ച ഉസ്താദന്മാരെ മുട്ടിക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചു. ആ ഉസ്താദന്മാർ അതിന് തക്ക മറുപടി കൊടുത്തു. മറുപടിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. എല്ലാവരും എഴുതി വെച്ചപ്പെടും. ഇയാൾ അത്യാവശ്യം തിരിയുന്ന ഒരാളാണെന്ന് കരുതിയിട്ട് മറുപടിക്ക് വീണ്ടും മറുചോദ്യവുമായി വന്നപ്പോ അതിനും ഉസ്താദ് വീണ്ടും മറുപടി പറഞ്ഞു. സത്യത്തിൽ അത്തരം